ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? എന്തു പറയുന്നതിൽ? നിങ്ങൾ അതാദ്യം പറയും. മാഡത്തിന്റെ ഹസ്ബൻഡ് 1-ാം നമ്പർ സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആരാണിതൊക്കെ പറയുന്നത്? അവരോടല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്. എന്റെ അറിവിൽ എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. പിന്നെ ലോറിയിൽ നിന്ന് പിടിച്ചെടുത്തത് വീഞ്ഞായിരുന്നോ മാഡം? വീഞ്ഞായിരുന്നോ, പാലായിരുന്നോ, അതോ വെറും കഞ്ഞിവെള്ളമാണോ എന്നൊക്കെ അത് വെച്ചവർക്കല്ലേ അറിയാൻ പറ്റും. ഞാൻ ഒരാളെയും, അതിപ്പോ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും, എന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് സഹായിച്ചിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അതിവിടുത്തെ നിയമം അനുശാസിക്കുന്നതാണ്. അവിടെ മറ്റു ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. മാഡത്തിന്റെ ഹസ്ബൻഡ് ഒളിച്ചു താമസിക്കുന്നത് മാഡത്തിന്റെ വീട്ടിൽ തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ പോലീസ് ഉള്ളത്. പോലീസിന്റെ പണി കൃത്യമായി ചെയ്താ ഒരാൾക്കും അങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റില്ലല്ലോ. പ്രതി ജില്ല ഭരിക്കുന്ന കളക്ടറുടെ ഭർത്താവാകുമ്പോ കീഴുദ്യോഗസ്ഥർക്ക് നിയമം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അല്ലേ? ആ ബുദ്ധിമുട്ട് നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ലല്ലോ. കാരണം നിങ്ങൾ ആരും എന്റെ കീഴ് ജീവനക്കാരോ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കേണ്ടവരോ അല്ല. അപ്പൊ നിങ്ങൾക്ക് പോലീസിനെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരാം. ഒന്ന് പരിശോധിച്ചോ. എല്ലാം വെറുതെ അങ്ങ് മനസ്സിൽ കണ്ട് വെച്ചങ്ങ് എഴുതി പിടിപ്പിക്കാതെ സത്യസന്ധമായി ഒന്ന് വന്ന് തിരക്കിയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. അതാണ് ചാനൽ ധർമ്മവും പത്രധർമ്മവും. അല്ലാതെ ഊഹാപോഹങ്ങൾ എഴുതി പിടിപ്പിക്കലല്ല. ഇങ്ങനെ ഒരു സ്പിരിറ്റ് ബന്ധം ഭർത്താവിൽ ആരോപിച്ച സ്ഥിതിക്ക് കുറച്ചുനാൾ ലീവ് എടുത്ത് മാറി നിന്ന് കേസന്വേഷണം സുഗമമാക്കുന്നതല്ലേ ശരിയായ നടപടി? സഹോദരി, ഏതാ ചാനല്? അത് പിന്നെ മനസ്സിലായി. പേരിന് വേണ്ടി തലമുണ്ടാക്കണ്ട. അനിയത്തെ പറഞ്ഞു വിട്ടവരോട് ചെന്ന് പറഞ്ഞേക്കെ ശാലിനി വിഷ്ണു തൽക്കാലം ഈ കസേരയിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന. അതിനു വേണ്ടിയാണ് ഈ കാണുന്ന പെടാപ്പാടൊക്കെ പെടുന്നതെങ്കിൽ ചുമ്മാ സമയം കളയണ്ടെന്നും പറഞ്ഞേക്കെ. ഒന്നുമില്ലേലും IAS വരെ പോയതല്ലേ ഞാൻ. അതിന്റെ മഹത്വമെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഉറക്കമളച്ച് പഠിച്ചതൊക്കെ വെറുതെ ആയി പോവില്ലേ?